അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര പരിസരത്തെ മാലിന്യ കൂമ്പാരത്ത് നിന്നും വെള്ളി കെട്ടിയ ഇടംപിരി ശംഖ് ലഭിച്ചു. അമ്പലപ്പുഴ കക്കാഴം സ്വദേശിയായ വേണുവിനാണ് ശംഖ് ലഭിച്ചത്. ഇന്നലെ നമ്മള് ഉച്ചയ്ക്ക് ആയപ്പോൾ നോക്കുമ്പോ അവിടെ ഈ കുറെ ഭാഗത്ത് പഴയ ഗോശാലയുടെ കുറെ കവലുകാല വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാള കടിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ പോയപ്പോ കാള ഓടിച്ചു മാറ്റാനായിട്ട് ഞാൻ ചെന്നതാണ്. അപ്പൊ ആവശ്യമായിട്ട് ഇങ്ങനെ ഒരു തുണി പിന്നെ പട്ട് സാറ്റിൻ പട്ട് കൊണ്ട് കെട്ടിയ ഒരു ഇതുപോലെ കിടക്കുന്നു. നോക്കുമ്പോൾ അതിനകത്ത് 3 കരിക്കും അതിൻ്റെ കൂടി ഈ സാധനം ഉണ്ടായിരുന്നു. അത് ഞാനെടുത്ത് തുടച്ച് പുളിയിലെല്ലാം കൊണ്ട് എല്ലാവരെയും കാണിച്ചു. അപ്പോൾ പലരും ഇത് പടമെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇത് അത് കഴിഞ്ഞപ്പോൾ രാവിലെ ആയപ്പോൾ പോലീസ് ഡിവൈഎസ്പി ഓഫീസിൽ നിന്നൊക്കെ വിളി വന്നു. ഇതിനും കൊണ്ട് എല്ലാം ഞാൻ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് കിട്ടിയതുകൊണ്ട് കൈവച്ചിരുന്നു. നമ്മുടെ സാറേ ഇത് ആരെങ്കിലും അവകാശികൾ വന്നാൽ കൊടുക്കാൻ ഞാൻ തയ്യാറായിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്ക് ചോറ് കൊണ്ടുപോകുന്ന 2 നോട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പോകാൻ അവിടെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് 2-3 പ്രാവശ്യമായിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് കൈമാറാനാണ് താല്പര്യപ്പെടുന്നത്. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് എടുക്കാനോ മറ്റേ ഇത് ഭഗവാന്റെ ആയതുകൊണ്ട് ഭഗവാന്റെ എൻ്റെ പൂജകൾക്ക് എടുത്തിരുന്നതുകൊണ്ട് ഇത് നശിച്ചു പോകാതെ കുഴി അടിഞ്ഞ് താഴോട്ട് മറ്റേ വേസ്റ്റിൻ്റെ കൂടെ പോകാതെ ഞാൻ ഈ ഭഗവാന്റെ അവിടെ കുറേ വർഷങ്ങളായിട്ട് കിഴക്കേനടയൊക്കെ വൃത്തിയാക്കുകയും കണിക്കന്ന് വെക്കുകയും ചന്ദനം വെക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് ഫ്രീ ഉള്ള സമയം ഞാൻ ഭഗവാന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ആ സമയത്ത് അതുകൊണ്ടായിരിക്കും ഭഗവാൻ എന്നെ വിളിച്ചിട്ട് കാണിക്കുകയും ഈ ഉച്ച സമയത്ത് എന്നെ ഇത് കാണിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുകയും ചെയ്യുന്നു. ശംഖ് ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ളതല്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ക്ഷേത്രത്തിൽ വർഷങ്ങളായി ശുചീകരണം ചെയ്തു വരുന്ന ആളാണ് വേണു. കുളത്തിന്റെ വടക്ക് ഭാഗത്തെ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടയിലാണ് ശംഖ് ലഭിച്ചത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ളതല്ലെന്ന് ദേവസ്വം ബോർഡ് പ്രതികരിച്ചു. സ്വർണം കിട്ടിയ 4 ഇടംപിരി ശംഖാണ് ക്ഷേത്രത്തിലുള്ളതെന്നും ഇവ 4 ക്ഷേത്രത്തിൽ സുരക്ഷിതമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. മുമ്പ് ക്ഷേത്രത്തിലെ പതക്കം മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് ലഭിച്ചത് വിവാദമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ദേവസ്വം വിജിലൻസ് പരിശോധന നടത്തി. സമഗ്ര ന്യൂസ്, കണ്ണൂർ.